രണ്ടാം ജന്മം. ശങ്കർജി അല്ലേ? അല്ല, എനിക്കല്ല, രണ്ടാം ജന്മം. രണ്ടാം ജന്മം എന്ന് ഞാൻ പറയും. ഞാൻ ഹോസ്പിറ്റലിൽ വന്ന് കണ്ടതാണ്. ഞാൻ ഹോസ്പിറ്റലിൽ വന്ന് മോഹൻചേട്ടൻ കാണുമ്പോൾ ഇന്നിപ്പോൾ പറഞ്ഞല്ലോ ചുള്ളനായി, അതിലും ശോഷിച്ചായിരുന്നു ഞാൻ കണ്ടത്. പക്ഷെ ദൈവം കൂടെ പ്രേക്ഷകർ കൂടെ, അത് തന്നെയാണ് ഈ സിനിമയിലേക്ക് വീണ്ടും എത്തിയത്. തീർച്ചയായിട്ടും. കാരണം ഞാൻ ഒരിക്കലും നമുക്കിങ്ങനെ കണ്ടുമുട്ടുന്നോ ഇങ്ങനെ അവസ്ഥയിലിരിക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. വേറെ ഏതോ ലോകത്ത് പോകുന്നുള്ള അവസ്ഥയിലായിരുന്നു. കാരണം എത്രയോ 1.5 മാസത്തോളം ICUലും ഇതിലൊക്കെ ആയിരുന്നു. വല്ലാത്തൊരു ഡോക്ടേഴ്സ് പറഞ്ഞു സംഭവം പോയിന്നാണ്. പക്ഷേ എൻ്റെ ദൈവം, അല്ലെങ്കിൽ നമ്മുടെ ദൈവം എന്നെ കൈപ്പിടിച്ച് വീണ്ടും ഉയർത്തി ഇപ്പോൾ ഇവിടെ വന്നിരിക്കാനായി. പ്രത്യേകിച്ച് ഒരു നല്ല സിനിമയുടെ ഭാഗമായി ഇവിടെ ഇരിക്കാനായി. ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. തീർച്ചയായിട്ടും അത്രയും വലിയ കലാകാരനാണ്. തീർച്ചയായിട്ടും. ഇനിയും അതുകൊണ്ടേ നേരത്തെ ദൈവം നമ്മളെ കൈവിട്ടില്ല, പ്രേക്ഷകരും കൈവിട്ടില്ല. തീർച്ചയായിട്ടും. അതുകൊണ്ടല്ല പുതിയ സിനിമയിലേക്ക് വീണ്ടും വരുന്നത്. തീർച്ചയായിട്ടും. ഈ പറഞ്ഞ പോലെ പ്രേക്ഷകരാണ് എന്നെ മോഹൻ സിത്താരാക്കി മാറ്റിയത്. അവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ജീവിക്കുന്നത്. അതിനെനിക്ക് ഈ സന്ദർഭത്തിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നു. അതുപോലെ ശങ്കർജി എൻ്റെ ജീവിതത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു നടനാണ്. കാരണം ഞാനൊക്കെ ഇത് യേശുദാസ് സാറിൻ്റെ മേഴ്സി സ്കൂളിൽ പഠിക്കുമ്പോൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന പാട്ട് സൂപ്പർ ഹിറ്റ്. അതിനകത്ത് ഒരു നടൻ ശങ്കർ, പൂർണിമ ജയറാം അല്ലേ? ഞാൻ ആ ഫിലിം ഒരു 5-6 പ്രാവശ്യം ചുരുങ്ങി കണ്ടിട്ടുണ്ട്. എന്ത് നല്ല ഫിലിമാണെന്ന് പറയും. എന്ത് ശങ്കർച്ചക്കാർ അടിച്ചു പൊളിച്ചിരിക്കണം. അതുപോലെ പൂർണിമ ജയറാം അവരൊക്കെ. അത് എൻ്റെ ഒരു എന്താ പറയുക, ഏറ്റവും വലിയ ആരാധകനാണ് അദ്ദേഹത്തിൻ്റെ ഒരു പടത്തിൽ എനിക്ക് മ്യൂസിക് ചെയ്യാൻ സാധിച്ചില്ല. ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ആ ബന്ധങ്ങളാണ് ഈ സിനിമ. ആ ബന്ധങ്ങൾ ഇപ്പോഴും തുടരുന്നു. പ്രേക്ഷകരിലേക്ക് ആ ബന്ധങ്ങൾ, നിങ്ങൾ തമ്മിലുള്ള കൂട്ടുകാർ, നിങ്ങൾ കണ്ടു വളർന്നത്, കേട്ട് വളർന്നത്, നമ്മളൊക്കെ കണ്ടും കേട്ടും വളർന്നവരാ. അവർക്ക് ആ തലമുറയ്ക്ക് ഇപ്പോഴും നിങ്ങളെല്ലാം ഒരുമിച്ച് സിനിമ വരുവാണ്. അതാണ് ഈ കാലഘട്ടത്തിന്റെ യാത്ര എന്ന് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും. എനിക്ക് 2 ലൈനൊക്കെ പറഞ്ഞു. അത് ഇവലേക്കൊക്കെ പോകട്ടെ, ശങ്കരേട്ടനിലേക്ക് ഇനി അടുത്ത പോവല്ലേ. ഇപ്പൊ നേരത്തെ പറഞ്ഞ മഞ്ഞിൽ വരുന്ന പൂക്കൾ, ആ സിനിമ കാണാത്തവരാരുമില്ല. ആ സിനിമയിൽ നിന്നുള്ള ഒരു യാത്രയാണ് താങ്കളുടെ. ഇപ്പൊ എഴുത്തോലയിൽ പോയി നിൽക്കുന്നു, പ്രൊഡ്യൂസർ ആവുന്നു, ഡയറക്ഷനിലേക്ക് പോകുന്നു, എല്ലാ മേഖലയിലും കൈവച്ച് പോവാണ്. എഴുത്തോല എന്താണ് പറഞ്ഞു വെക്കുന്നത്? അല്ല, എഴുത്തോല ആക്ച്വലി ഞങ്ങളിതൊരു ഈ ഫിലിം അല്ല പ്ലാൻ ചെയ്തിരുന്നത്. ഞങ്ങളിത് വേറൊരു റെയിൻബോ എന്ന് പറഞ്ഞൊരു സ്റ്റോറി, അത് ലണ്ടനിൽ ഷൂട്ട് ചെയ്യാനും കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു മൂവി, അത് ഇംഗ്ലീഷിലും കൂടി ചേർത്തിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പക്ഷെ അത് അങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ കുറച്ചുകൂടി സമയമെടുക്കും അതൊക്കെ ചെയ്യാൻ. അതായത് പ്രിപ്പറേഷൻസ് ഒരുപാട് ആവശ്യമുള്ളൊരു സിനിമയാണ്. അപ്പോൾ അതും ഈ ഡയറക്ടറുടെ തന്നെ സ്റ്റോറിയാണ്. അപ്പോൾ ഈ ഒരു കഥ പറഞ്ഞു അവിടെ വെച്ചിട്ട്, എഴുത്തോല എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അയാളുടെ ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ. അപ്പോൾ ഈ കഥ പറഞ്ഞപ്പോൾ ഇതെല്ലാവർക്കും അവിടെ ഇരുന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇത് നല്ലൊരു സബ്ജക്റ്റാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഈ സിനിമ നമുക്ക് വിജയിപ്പിക്കാൻ പറ്റുമോ എന്നറിയില്ല. ബിക്കോസ് ഇതൊരു കമേഴ്ഷ്യൽ സിനിമയല്ല, ഇതൊരു കുറേ കൂടി ഒരു ആർട്ടിസ്റ്റിക് ലൈനിലുള്ളൊരു സിനിമ. അങ്ങനെയാണ് ഈ കഥ. പക്ഷെ ഞങ്ങളത് സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് ഈ സിനിമ എടുക്കാം. അപ്പോൾ നമ്മുടെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, ഷേനോ എന്ന് പറഞ്ഞിട്ട്, പുള്ളി ഇവിടെ തന്നെയാണ്. പുള്ളിയായിട്ട് സംസാരിച്ചു. പുള്ളി പറഞ്ഞു പുള്ളി ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ സിനിമ ചെയ്യാമോ. അങ്ങനെയാണ് ഈ സിനിമ തുടങ്ങുന്നത്. പക്ഷേ ഇത് ചെയ്തു വന്ന് ഈ സിനിമ ഞങ്ങൾ ഫസ്റ്റ് കണ്ടപ്പോൾ, ഫസ്റ്റ് കോപ്പി എന്ന് പറയുന്നൊരു സാധനം, അല്ലെങ്കിൽ ഒരു പ്രിവ്യൂ പോലെ ഞങ്ങളിട്ട് കണ്ടപ്പോൾ ഈ തിയേറ്ററിൽ വരേണ്ട സിനിമയാണ് മനസ്സിലായി. ബിക്കോസ് ഈ സിനിമ ഭയങ്കര എൻഗേജിങ് ആണ്, ഒരിക്കലും ലാഗില്ല. അപ്പോൾ ഹ്യൂമൻ ബോണ്ടിങ്, നമ്മുടെ മനസ്സ്, നമ്മുടെ സെൻറ്റിമെൻറ്റ്സ് അല്ല, ഹ്യൂമൻ സെൻറ്റിമെൻറ്റ്സ് അറിയില്ല, അത് ഒരുപാട് നിറഞ്ഞു കിടക്കുന്നൊരു സിനിമയാണ്. പിന്നെ ഇപ്പോൾ പറഞ്ഞ മാതിരി അതിൽ എല്ലാ ഘടകങ്ങളും, ഫോട്ടോഗ്രാഫി ആയാലും ആക്ടിങ് ആയാലും, നിഷയുടെ ആക്ടിങ് ഒന്നും പറയും. ബിക്കോസ് അദ്ദേഹം ഇത് റെക്കോർഡിങ് ഒക്കെ ചെയ്തപ്പോൾ പുള്ളിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഞങ്ങളുടെ അടുത്ത് പറയാറുണ്ട്. കണ്ണ് നിറഞ്ഞ നിമിഷങ്ങളുണ്ട് ഒരുപാട് ഈ സിനിമയിൽ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ ഒരു കാലഘട്ടത്തിൻ്റെ സിനിമ എന്ന് പറയാം. പക്ഷേ ഇന്ന് എല്ലാവരും കാണണം ഈ സിനിമ ശരിക്കും. അത്രയും രസകരമായിട്ട് ഈ സിനിമ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. ഇതിൽ കോസ്റ്റ് വൈസ് ആയാലും നമ്മൾ യാതൊരു കോംപ്രമൈസ് ഈ സിനിമയ്ക്ക് വെച്ചിട്ടില്ല. ഇതിലെ ഗാനങ്ങൾ എടുത്തു പറയേണ്ട, ഇതിലൊരു പാട്ടുണ്ട്, അത് പാടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. തിയേറ്ററിൽ തന്നെ വേണമെന്ന് തീരുമാനിക്കാനുള്ളത്. അത്
നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഏറ്റെടുക്കും. ഈ കാലഘട്ടം അങ്ങനെയാണ്. ഇപ്പോൾ സിനിമകൾ വിജയിക്കുന്നുണ്ട്, നല്ല സിനിമകളൊക്കെ വിജയിച്ചു പോകുന്ന ഒരു സമയമാണ്. തീർച്ചയായിട്ടും അത്തരം സിനിമകൾക്ക് ഇപ്പോൾ മാർക്കറ്റുമുണ്ട്, അതിനൊരു മാറ്റവുമില്ല. നല്ല ഏജ്, നിലവിൽ ഏജ് ഇല്ലാത്തുള്ള 30 വയസ്സായോ? ഇല്ല, 22. 22. അപ്പൊ 22 വയസ്സുള്ള ആളാണ് 65 വയസ്സ് മേക്കപ്പ് മേക്കപ്പ് ഒരു കഴിവ് 22 പെട്ടെന്ന് ആക്കാൻ. അഭിനയിക്കണ്ടേ? അഭിനയിക്കാൻ 22 പെട്ടെന്ന് 72ലേക്ക് കൊണ്ടുവന്നു കേട്ടോ. 22 തന്നെ ഇരിക്കട്ടെ, അത് കുഴപ്പമില്ല. പക്ഷെ ഇത്തരം ഒരു ക്യാരക്ടർ അല്ലേ ഒത്തിരി സിനിമകൾ ചെയ്തു, നമുക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഉപ്പുമുളകില തന്നെയാണ്. പക്ഷെ അതിലൊരു മാറ്റമില്ല. പക്ഷെ ഒത്തിരി സിനിമകൾ ചെയ്തിട്ടും ഇത്രയും പ്രായം, ഏജ് ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ ആലോചിച്ചിരുന്നോ? ഈ എഴുത്തോലയിൽ എനിക്ക് ഇത്ര ഏജ് ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ എന്തെങ്കിലും റിസ്ക് ആയി വരുമോ? നമ്മൾ പല കഥാപാത്രം, സുകുമാരി ചേച്ചി, അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ കുറെ കാലഘട്ടത്തിലുള്ളവരുണ്ടല്ലോ. ഇത്തരം ഒരു സബ്ജക്റ്റ് ചലഞ്ചായിരുന്നു. ശരി, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇവരെന്നെ ഈ സുരേഷാണ് എന്നെ ആദ്യമായിട്ട് വിളിക്കണേ. ഞാനൊരു അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ പകുതി എത്തിയപ്പോഴാണ് ഈ ഫോൺ വരണേ. അപ്പോൾ ഞാൻ വണ്ടി ഇങ്ങനെ സൈഡിലേക്ക് നിർത്തിയിട്ട് ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് ചോദിച്ചു ആരാ? അപ്പോൾ സുരേഷ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു മൂവി ചെയ്യുന്നുണ്ട്, 75 വയസ്സുള്ളൊരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി ആണ് വിളിക്കുന്നത്. അപ്പോൾ 2-3 ഏജ് വരുന്നുണ്ട്, എങ്കിലും ഇതാണ് അതിൻ്റെ പ്രസൻറ്റ് വരുന്നത്. അപ്പോൾ അതിനാണ് നിഷ. ഞാൻ പറഞ്ഞത് ഞാൻ നിഷ എന്നെ തന്നെയാണോ വിളിച്ചത്, എനിക്ക് ഡൗട്ട്. അപ്പോൾ പറഞ്ഞ നിഷ ശാരംഗല്ലേ? ഞാൻ പറഞ്ഞ അതെ, നിഷയെ തന്നെയാണ് വിളിച്ചത് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ എന്താ വിളിക്കാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ കുറേ 2-3 കാരണങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പിന്നെ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മളത് ബാധ്യസ്ഥയാണ് അല്ലേ, നമ്മൾ ഏത് ക്യാരക്ടറും ചെയ്യാൻ ബാധ്യസ്ഥയാണ്. പിന്നെ ധൈര്യം തന്നു, പിന്നെ സ്ക്രിപ്റ്റ് കൊണ്ടുതന്ന് വായിച്ചപ്പോൾ എനിക്ക് തോന്നി നോക്കാം, ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബാക്കിയൊക്കെ സംഭവിച്ചതാണ് കേട്ടോ, എനിക്ക് അറിയില്ല. ഞാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ പറയാണ്, എനിക്കത് വായിക്കുമ്പോൾ കഥ അറിയാം. ആ ഗ്രാമത്തിലേക്ക് ഞാൻ ചെന്നു, അവിടെ ഇങ്ങനെ ഞാനുണ്ട്, അവിടെ ആൾക്കാരുണ്ട്, എൻ്റെ ഭർത്താവുണ്ട്, കുട്ടികളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അതുപോലെ നാട്ടുകാരുണ്ട്, ഒക്കെ ഉണ്ട്. അതെല്ലാം എൻ്റെ മനസ്സിലേക്ക് വന്നു എന്നല്ലാതെ ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. സത്യം, ഞാനിപ്പോൾ തുറന്നു പറയാണ്, ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. എങ്ങനെയൊക്കെയോ അതങ്ങനെ ഏതോ ഒരു ശക്തി ആ സമയത്ത് യാദൃശ്യമായിട്ട് സംഭവിച്ചു പോയി. പിന്നെ ഓരോ ഷോട്ട് കഴിയുമ്പോഴും ഞാൻ സുരേഷിൻ്റെ അടുത്തും ശങ്കരേട്ടനുള്ള ദിവസം ശങ്കരേട്ടൻ്റെ അടുത്തും ചോദിക്കും, ശരിയാകും, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, ആ ഒരു വേർഡ് ഉണ്ടല്ലോ നമുക്ക് തരുന്ന ഒരു കുട്ടിയോട് നന്നായി കേട്ടോ അമ്മ, നന്നായി ചെയ്തു എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്, വീണ്ടും നന്നാക്കാനുണ്ടാവുന്ന ഒരു സന്തോഷം. ആ ഒരു കുട്ടിയെ പോലെ ഞാൻ അവിടെ നിന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവർ തരുന്ന ആ ഒരു സപ്പോർട്ടിങ് ഉണ്ടല്ലോ, ആ ഒരു വേർഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു. അപ്പം അത് തന്നെയാണ്. അതിപ്പോൾ ശങ്കരേട്ടൻ മാത്രമല്ല, പ്രൊഡ്യൂസർ, ഡയറക്ടർ, ടെക്നീഷ്യൻസ്, അവിടുത്തെ ഫുഡ് കൊണ്ടുവരുന്ന കുട്ടികൾ പോലും, അവർ പോലും നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് ഒരുപാട്. അവരുടെ ആ സ്നേഹം, നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കും, ആ വെള്ളമൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ടയേർഡായിട്ടാണ് നിൽക്കുന്നത്, അതൊക്കെ നമ്മളെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ആ ലൊക്കേഷനിലെ എല്ലാവരുടെയും സപ്പോർട്ടാണ് ആ ക്യാരക്ടർ നന്നാവുന്നതിന് കാരണം. അതാണ് എൻ്റെ സന്തോഷം.